എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. സജീവമായ വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ജമ്മു കശ്മീർ സാധാരണ നിലയിലേക്ക്. അതിർത്തി മേഖലകളിലെ കൂടുതൽ സ്കൂളുകൾ ഇന്ന് തുറക്കും. സിന്ധു നദീജല കരാറിൽ ചർച്ച വേണമെന്ന് പാകിസ്ഥാൻ. വ്യവസ്ഥകളിൽ ചർച്ച വേണമെന്ന ആവശ്യം. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രിക്കെതിരെ കേസ്. ബിജെപി നേതാവ് വിജയ് ഷായ്ക്കെതിരെ കേസെടുത്തത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം. അറസ്റ്റിനും സാധ്യത. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. ജിസ്മോളും മൂത്തമകൾ നേഹയും സഞ്ചരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ബേലിൻ ദാസ് ഒളിവിൽ തുടരുന്നു. 2 ദിവസമായിട്ടും അഭിഭാഷകനെ പിടികൂടാതെ പോലീസ്. ബാർ അസോസിയേഷൻ അടിയന്തര ജനറൽ ബോഡി ഇന്ന് ചേരും. റഷ്യ യുക്രൈൻ സമാധാന ചർച്ച അനിശ്ചിതത്വത്തിൽ. റഷ്യൻ പ്രസിഡന്റ് ചർച്ചയിൽ പങ്കെടുക്കില്ല. വ്ളാഡിമിർ പുടിനായി പ്രതിനിധി പങ്കെടുക്കും. പുടിൻ ഇല്ലാത്ത ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്തയാളെ ബലമായി മോചിപ്പിച്ച സംഭവത്തിൽ KU ജനീഷ് കുമാർ MLA-ക്കെതിരെ കേസെടുത്തേക്കും. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് വനം മന്ത്രിക്ക് കൈമാറും. വനംവകുപ്പിന്റെ നടപടി നിയമപരമല്ലെന്ന് ആവർത്തിച്ച് MLA. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തെക്കൻ മേഖല അവലോകന യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ മിഷനുകളും സുപ്രധാന പദ്ധതികളും അവലോകനം ചെയ്യും. വിശദമായി കടക്കുകയാണ് നമ്മൾ ഓരോ വാർത്തകളിലേക്കും. ജമ്മു കശ്മീരിലെ അതിർത്തി മേഖലകളിലെ കൂടുതൽ സ്കൂളുകൾ ഇന്ന് തുറക്കും. കട്വ, സാംബ, രജൌരി, പൂഞ്ച് ജില്ലകളിലെ സ്കൂളുകളാണ് ഇന്ന് തുറക്കുക. അതിനിടെ സിന്ധു നദീജല കരാറിൽ ചർച്ച വേണമെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. കരാർ വ്യവസ്ഥയിൽ ചർച്ച വേണമെന്നാണ് ആവശ്യം. ER രാഗേഷാണ് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ER, വെരി ഗുഡ് മോർണിംഗ്. 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, അതിർത്തി വീണ്ടും ശാന്തമാകുന്നു, പഴയ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള ആശ്വാസകരമായ കാര്യം. അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം എത്തുകയാണെങ്കിൽ, അശാന്തിയുടെ ദിനങ്ങൾ മാറുന്നു, ശാന്തിയിലേക്ക് വരുന്നു എന്ന് ഉണ്ടെങ്കിൽ പോലും അതിർത്തി മേഖലകളിലെയൊക്കെ സുരക്ഷ സ്വാഭാവികമായും ശക്തമായി തന്നെ നിലനിൽക്കുകയായിരിക്കുമല്ലോ. ആര്യ, അതിർത്തി ശാന്തമാണ്. കാരണം വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഇപ്പോൾ 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷം ഏതായാലും അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ പ്രകോപനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്കൂളുകൾ ഇപ്പോൾ തുറക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നിരുന്നു. ഇന്ന് കൂടുതൽ ഇടങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് സാംബ, അത് അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജില്ലയാണ്, പ്രദേശമാണ്. ഒപ്പം തന്നെ പൂഞ്ചിലും രജൌരിയിലുമൊക്കെ തന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷമാണ് വലിയ തോതിൽ പാക് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ കരാർ ലംഘനം ഈ മേഖലയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് പൂഞ്ച് സെക്ടറിലായിരുന്നു ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. അവിടെയാണ് ജനവാസ മേഖലകളിലേക്കും അടക്കം പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ ഷെല്ലുകളടക്കം അയച്ചത്. അപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ പൂഞ്ചിലും സാംബയിലും രജൌരിയിലുമൊക്കെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കുകയാണ്. അങ്ങനെ സാധാരണ നിലയിലേക്ക് ജമ്മു കാശ്മീർ മടങ്ങി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വൈഷ്ണോദേവി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ്. വൈഷ്ണോദേവി തീർത്ഥാടനവും ഈ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷം തീർത്ഥാടകർ എണ്ണത്തിലടക്കം വലിയ കുറവുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തേക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏതാണ്ട് 4000-ലധികം പേർ കഴിഞ്ഞ 24 മണിക്കൂറിനകം രജിസ്റ്റർ ചെയ്തു എന്നാണ് സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ തീർത്ഥാടകരും ഇപ്പോൾ ജമ്മുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, വൈഷ്ണോദേവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് റിയാസി ജില്ലയിലാണ് വൈഷ്ണോദേവി ഉൾപ്പെടുന്ന
പ്രദേശങ്ങളുള്ളത്. കട്ര നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ യാത്ര അടക്കം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വലിയ തോതിൽ തീർത്ഥാടകരടക്കം ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച ശേഷം ചോപ്പർ സർവീസുകൾ അവിടെ നിർത്തിവെച്ചിരുന്നു. അതും കഴിഞ്ഞ ദിവസം പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും സമാനമായ രീതിയിൽ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നു. അത് ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പാക് പട്ടാളത്തിൻ്റെ ഭാഗത്തുനിന്ന്, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് പടിഞ്ഞാറൻ മേഖലയിലടക്കം തന്നെ വലിയ പ്രകോപനം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗുജറാത്ത് മുതൽ ഏതാണ്ട് ജമ്മു കാശ്മീർ വരെ പാക് സൈന്യം ലക്ഷ്യം വെച്ചിരുന്നു, ഡ്രോണുകൾ അടക്കം അയച്ചിരുന്നു. അപ്പോൾ ഈ മേഖലയിൽ ഒന്നും തന്നെ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അതിർത്തി പ്രദേശങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സിന്ധു നദീജല കരാറിൽ പാകിസ്ഥാൻ ഇപ്പോൾ ചർച്ചയാകാമെന്ന് അറിയിച്ചിരിക്കുകയാണ്. കാരണം ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പല ഘട്ടങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് വെച്ചത് ചർച്ച വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അതിന് വഴങ്ങിയിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ നദീജല കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കടുത്ത നടപടിയായി മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് വെടിനിർത്തൽ കരാർ നിർത്തിയ ശേഷവും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഭീകരവാദവും ഒപ്പം തന്നെ സമാധാന ചർച്ചയും ഒരുമിച്ച് മുന്നോട്ട് പോകില്ല. പ്രത്യേകിച്ച് അത്തരം പ്രവൃത്തികൾ ഒഴിവാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ മാത്രമേ അവസാനിപ്പിക്കുന്നുള്ളൂ. പകരം നേരത്തെ നിർത്തിവെച്ച നദീജല കരാർ അടക്കം സസ്പെൻഡ് ചെയ്ത് പുനരാരംഭിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചർച്ചയാകാം എന്ന് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കരാർ നിലവിൽ വന്ന ശേഷം അത്തരമൊരു സന്നദ്ധത പാകിസ്ഥാൻ അറിയിക്കുന്നതും ഇതാദ്യമായാണ്. ആര്യ, തീർച്ചയായും രാഗേഷാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഒന്ന്, അതിർത്തി പ്രദേശങ്ങളെല്ലാം സാധാരണഗതിയിലേക്ക് വെടിനിർത്തൽ ധാരണ വന്നതിന് ശേഷം 5-ാം ദിവസമാണ്. വീണ്ടും ശാന്തതയിലേക്ക് മടങ്ങുന്നു എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സിന്ധു നദീജല കരാർ അതിൽ പുതുക്കണമെന്നുള്ളത് നേരത്തെ ഇന്ത്യയുടെ ഒരു ആവശ്യമായിരുന്നു. പക്ഷേ അതിനോട് മുഖം തിരിച്ചു നിന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഒടുവിൽ ഇന്ത്യ ആ കരാർ മരവിപ്പിച്ചതോടുകൂടി വരിഞ്ഞു മുറുകിയ വലിയ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ഇങ്ങോട്ട് ചർച്ച വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്തുന്നു എന്നുള്ളതാണ് സാഹചര്യം. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിനെ BJP രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് കോൺഗ്രസ്. സൈനിക നടപടിയെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ BJP ശ്രമിക്കുകയാണെന്ന് മുതിർന്ന പാർട്ടി നേതാക്കളുടെ യോഗത്തിന് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആരോപിച്ചു. വരും ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജയ് ഹിന്ദ് റാലികൾ നടത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ऑपरेशन सिंदूर पर नहीं, पर जो पहलगाम में आतंकवादी हमले हुए हैं और उसके बाद जो घटनाएं हुई हैं और जो एक सामूहिक संकल्प देश को, उसका रिस्पांस टाइम कितना कमजोर, और प्रधानमंत्री से मांग करते हैं पार्लियामेंट का सत्र फौरन बुलाइए। 22 अक्टूबर चीन का आक्रमण हुआ, उसकी शुरुआत 20 अक्टूबर को होता है। पार्लियामेंट बुलाया जाता है 8 नवंबर को। याद रखिए, इतिहास गवाह है, इसके सारे रिकॉर्ड हैं। HV कामत मिले, हेम बरुआ मिले, अटल बिहारी वाजपेयी ने मांग की। അതേസമയം മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിനിടെ തുർക്കിയെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനത്തെക്കുറിച്ചുള്ള ചോദ്യം ഒഴിവാക്കി കോൺഗ്രസ്. ജയറാം രമേശും പവൻ ഖേരയും മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. ഇരുവരും പരസ്പരം മൈക്ക് കൈമാറാനും ശ്രമിച്ചു. വിഷയം പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു പവൻ ഖേര മറുപടി നൽകിയത്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിലടക്കം കോൺഗ്രസ് നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനം നടത്തിയ ശശി തരൂർ എംപിക്ക് പാർട്ടി യോഗത്തിൽ വിമർശനം. തരൂർ പാർട്ടി നിലപാടാണ് പറയേണ്ടത്. പാർട്ടി നിലപാട് ശശി തരൂർ പൊതുസമൂഹത്തോട് വിശദീകരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. തരൂർ പറഞ്ഞതല്ല പാർട്ടിയുടെ അഭിപ്രായമെന്ന് ജയറാം രമേശ് പരസ്യമാക്കി. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടന്നാൽ, കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രിയും BJP നേതാവുമായ വിജയ് ഷായ്ക്കെതിരെ കേസ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ഭീകരരുടെ സഹോദരി എന്നാണ് വിജയ് ഷാ സോഫിയ ഖുറേഷിയെ വിശേഷിപ്പിച്ചത്. രാഗേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗേഷ്, വലിയ തരത്തിൽ വിവാദമായ വിഷയമാണ്. അതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഇതിപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണല്ലേ. പക്ഷേ അപ്പോഴും BJP ഈ വിഷയത്തിൽ പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എന്നതും എടുത്തു പറയണം.
ഓപ്പറേഷൻ സിന്ദൂറിൽ സൈനിക നടപടി വിശദീകരിച്ചിരുന്ന 3 ഉദ്യോഗസ്ഥരായിരുന്നു. ഒന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, മറ്റു 2 പേർ, അതൊന്ന് സോഫിയ ഖുറേഷിയും മറ്റൊന്ന് വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു. ഇതിൽ സോഫിയ ഖുറേഷിക്കെതിരെയാണ് BJP മന്ത്രി, മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷായുടെ പരാമർശം ഉണ്ടായത്. അതായത് ഭീകരരുടെ സഹോദരി എന്ന പരാമർശമാണ് വിജയ് ഷാ നടത്തിയത്. ഇൻഡോറിൽ ഒരു സർക്കാർ പരിപാടിയിലായിരുന്നു ഇത്തരമൊരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും നടപടിയിലേക്ക് BJPയോ സർക്കാരോ കടന്നിരുന്നില്ല. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി കേന്ദ്ര സർക്കാരും BJPയും വിഷയം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു പരാമർശം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ നടപടിയെടുക്കാൻ പാർട്ടിയോ സർക്കാരോ തയ്യാറായിരുന്നില്ല. ഏതായാലും ഇന്നലെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായത്. മാത്രവുമല്ല, ഈ പരാമർശത്തിൽ കടുത്ത അതിർത്തി ഹൈക്കോടതി രേഖപ്പെടുത്തുകയും നടപടിയുമായി മുന്നോട്ട് പോകണം, പ്രത്യേകിച്ച് 6 മണിക്കൂറിനകം 6 മണിക്ക് മുമ്പായി FIR ഇടണമെന്ന നിർദ്ദേശം പോലും സർക്കാരിനും പോലീസിനുമൊക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം ഏറെ വൈകിയാണ് FIR ഇടാൻ പോലീസ് തയ്യാറായത്. രാത്രി 11:10 കൂടിയാണ് അത്തരം നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നിലവിൽ മന്ത്രിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്ഷൻ 152, ഒപ്പം തന്നെ 196(1), ഒപ്പം 197(1), അതായത് ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ അപകടത്തിൽ പ്രവൃത്തി എന്നാണ് സെക്ഷൻ 152 പറയുന്നത്. ഒപ്പം 196(b), അതായത് മതങ്ങൾ തമ്മിലുള്ള ഐക്യം, അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശം, സമാധാനം തകർക്കാനുള്ള ശ്രമം ആണ് 196(1). 197(1) ഏതെങ്കിലും മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും കാരണത്താൽ അവർക്കെതിരായ പ്രസ്താവന, അതാണ് 197(1) സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും പോലീസ്. പക്ഷേ ഒരു പക്ഷേ മന്ത്രിയുടെ അറസ്റ്റിനും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ പരാമർശം ഉണ്ടായതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസിന് നിർദ്ദേശം നൽകിയായിരുന്നു. അതിനെ തുടർന്നാണ് രാത്രി ഏറെ വൈകി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇത് BJPക്ക് വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കുന്ന സംഭവമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമായി കേന്ദ്ര സർക്കാരും BJPയും ഒക്കെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം പരാമർശം മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അതും ഈ ഓപ്പറേഷനെ കുറിച്ച് ദൈനംദിന നടപടികൾ, സൈനിക നടപടികൾ വിശദീകരിച്ച വാർത്താ സമ്മേളനം നടത്തിയ ഉദ്യോഗസ്ഥയെക്കുറിച്ച്, സൈനിക ഉദ്യോഗസ്ഥയെക്കുറിച്ച് പരാമർശം നടത്തിയത്. ഏതായാലും ഈ പരാമർശം വിവാദമായതിന് പിന്നാലെ മന്ത്രി ഖേദപ്രകടനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ മറ്റു നടപടികളിലേക്ക് പാർട്ടി കടക്കുകയും ചെയ്തിരുന്നില്ല. ഏതായാലും ഇനി എന്ത് നടപടി എന്നുള്ളത് നിർണായകമാണ്. മാത്രവുമല്ല, ഇത് ഒരു അബദ്ധത്തിൽ പറഞ്ഞുപോയ പരാമർശമാണെന്ന് പറയാൻ കഴിയില്ല. നേരത്തെ ആദ്യഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം ഇത്തരത്തിൽ വിജയ് ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നൊക്കെ ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ പരാമർശം കേട്ടാൽ അറിയാം അതൊരിക്കലും അബദ്ധത്തിൽ പറഞ്ഞതല്ല. പേര് പരാമർശിക്കുന്നില്ല, പക്ഷേ 3ഓ 4ഓ തവണയോ ഇത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ അവിടേക്ക് അയച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അബദ്ധത്തിൽ പറഞ്ഞല്ല, കരുതിക്കുട്ടി പറഞ്ഞ പരാമർശം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ER സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീകരരുടെ സഹോദരി എന്നുള്ളതാണ് കേണൽ സോഫിയ ഖുറേഷിയെ ഒരു മന്ത്രി വിശേഷിപ്പിച്ചത്. വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. മന്ത്രിസ്ഥാനത്തിരിക്കാൻ പോലും അർഹതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധം അവിടെ നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും നിയമപരമായി നടപടികൾ മുന്നോട്ട് പോകുമ്പോഴും BJP നേതൃത്വം ഇപ്പോഴും ഈ വിഷയത്തിൽ മൗനം തുടരുന്നു. ഒരു കൃത്യമായ നടപടി മന്ത്രിക്കെതിരെ എടുക്കുന്നില്ല എന്നുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ആത്മഹത്യ ചെയ്ത കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ജീവനൊടുക്കാൻ പോകുന്ന ദൃശ്യം ന്യൂസ് 18 ലഭിച്ചു. ഏപ്രിൽ 15 ഉച്ചയ്ക്ക് 12:45 ദൃശ്യമാണിത്. ജിസ്മോളും മൂത്ത മകൾ നേഹയുമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. അന്ന് 2 മണിയോടെയാണ് ആറ്റിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടത്. കേസിൽ ജിസ്മോളുടെ ഭർത്താവും ഭർത്തൃപിതാവും ജയിലിലാണ്.
ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ആ കൊടും പാതകം ജിസ്മോൾ ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് തന്നെയാണോ ഈ ദൃശ്യത്തിലെ യാത്ര എന്നാണോ പോലീസ് പറയുന്നത്? എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ ഒരു യാത്രയാണ് പോലീസിന്റെ മുന്നിലുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ തൊട്ടടുത്തുള്ള സമയത്തുള്ള ദൃശ്യമാണ് ഇത്. ഇതാണ് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഏതാണ്ട് 2 മണിയോട്, ഏതാണ്ട് 12:45 പോകുന്നു. പിന്നീട് 1 മണിക്കൂർ കഴിയുമ്പോൾ 1:30-2 മണിക്കിടയിലാണ് ഇവരെ 3 പേരെയും ആറ്റിൽ കാണുന്നത്. ഈ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് ഇളയ കുട്ടി നോറ എവിടെയെന്ന് വ്യക്തമല്ല. പക്ഷെ അതിദാരുണമായ ഒന്നുള്ളത്, ഈ നോറയ്ക്ക് ഏതാണ്ട് നിലത്തെഴഞ്ഞ് നടക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ, അത് കഴിഞ്ഞ് ഒന്ന് എണീറ്റ് നിൽക്കാൻ തുടങ്ങി 3-ാം ദിവസമാണ് ജിസ്മോൾ ഇങ്ങനെയൊരു കടും കൃത്യത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ നോറ ഈ മുൻപ് ഇളയ കുട്ടി നിൽക്കുന്നതിൻ്റെ മുന്നിൽ നോറയെ ഇരുത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഈ CCTV ദൃശ്യങ്ങളിൽ എന്തായാലും വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നോറയുമായി കൂടി പോയ ശേഷമാണ് ഒരുപക്ഷെ ഈ സമയത്തെ ദൃശ്യമാണ് പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇതാണ് ജിസ്മോളുടെ ഒരു അവസാന യാത്ര, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷമുള്ള യാത്ര. മാത്രവുമല്ല, ഈ പലതരത്തിലുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ അന്ന് നടത്തിയ ശേഷമാണ്. ഫാനിൽ കെട്ടി തൂങ്ങി ചാകാൻ ശ്രമിക്കുന്നു, ഒപ്പം തന്നെ ഈ മറ്റ് വിഷപദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം പരാജയപ്പെട്ടതോടെയാണ് ഈ സമയം ഏതാണ്ട് വീട്ടിലാരും ഇല്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ജിസ്മോളുടെ അമ്മായിയമ്മയും മകനും മറ്റുള്ളവരും ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ഇവരൊക്കെ ആശുപത്രിയിൽ ഈ അമ്മായിയമ്മയുടെ ചികിത്സയ്ക്കായി പോയിരുന്ന സമയമാണ് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നടക്കം ബന്ധുക്കളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ജിസ്മോളുടെ കുടുംബത്തെ സംബന്ധിച്ച് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ഇത് കൊന്ന ശേഷമാണ് ആറ്റിൽ ഉപേക്ഷിച്ചതാണ് എന്ന് പോലും അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം ജിസ്മോൾ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ് ജിസ്മോളെ അറിയുന്ന ഓരോരുത്തരും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരുന്നു ജിസ്മോൾ എന്നാണ് അവരെല്ലാം പറയുന്നത്. പക്ഷേ ജിസ്മോൾ ഫലത്തിൽ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടും എല്ലാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം ആത്മഹത്യ എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ജിസ്മോൾ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെയായിരുന്നു ജിസ്മോൾ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു ആത്മഹത്യയിലേക്ക് തന്നെ പോകുന്ന, വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയുള്ളത്. മാത്രമല്ല, ഈ സംഭവ സ്ഥലത്ത് നിന്ന് ജിസ്മോളുടെ സ്കൂട്ടർ, മറ്റ് ചെരുപ്പുകൾ, ഇതെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഈ വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇറങ്ങുന്നു, ഈ പുഴയുടെ അപ്പുറത്തെ ഭാഗത്താണ്. ഇതിപ്പോൾ നിൽക്കുന്നത്, ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആയർകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. പക്ഷേ ജിസ്മോൾ ആത്മഹത്യ ചെയ്യാനായി തിരഞ്ഞെടുത്തത് തൊട്ടപ്പുറത്തുള്ള, പുഴയുടെ അപ്പുറത്തെ വശത്തുള്ള ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഏതാണ്ട് ഒരു മാസം, കഴിഞ്ഞ മാസം 15-നാണ്, ഏപ്രിൽ 15-ന് ഉച്ചയ്ക്ക് നടക്കുന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു മാസമായിരിക്കും ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ. കുടുംബത്തിന് പല പരാതികളുണ്ട്. ഇന്നലെയും ഇരുവരുടെയും ജാമ്യ ഹർജിയൊക്കെ തള്ളുകയും ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഈ പിതാവും ഒപ്പം തന്നെ ഈ ജിമ്മിയോ തന്നെ, അയാളുടെ പിതാവും ജയിലിലാണ്. പക്ഷേ ഈ മാതാവ്, ഭർത്തൃ സഹോദരി, ഇവർക്കെതിരെയൊക്കെ അന്വേഷണം വേണം. അവർക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതുവരെ കാര്യമായ തെളിവൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അവരുടെയൊക്കെ കൂടി മൊബൈൽ ഫോൺ പരിശോധിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് കുടുംബം വീണ്ടും ആവശ്യപ്പെടുന്നത്. കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമാകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് ആത്മഹത്യ തന്നെ എന്ന് സ്ഥിരീകരിക്കാൻ ഈ അന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങൾ സഹായകമാകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കൊലപാതകം ഒഴിച്ച് മറ്റ് വകുപ്പുകളുണ്ടല്ലോ, ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകളാണ് ഭർത്തൃപിതാവിനെതിരെയും ഒക്കെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ വിഷയത്തിലൊക്കെ നിയമ നടപടി മുന്നോട്ട് പോകുമല്ലേ? തീർച്ചയായും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും അന്വേഷണത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്, ജിസ്മോളുടെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്, പോലീസിനും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും കേസന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി
കസ്റ്റഡിയിൽ വേണമെന്നൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഈ ജിസ്മോളുടെ ജിമ്മിയുടെ ഒക്കെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ ഈ ജിസ്മോൾ ഒരു ഹൈക്കോടതി അഭിഭാഷക ആയതുകൊണ്ട് തന്നെ ബാർ അസോസിയേഷനൊക്കെ ഇടപെട്ടുകൊണ്ടൊരു മുതിർന്ന അഭിഭാഷകനെ തന്നെ ഈ കേസിൽ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഏറ്റുമാനൂർ കോടതിയിൽ നടന്ന വാദത്തിനൊടുവിൽ ഈ കേസ് തള്ളിയത്, ജാമ്യാപേക്ഷ തള്ളിയത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നു, രണ്ടുപേരെ അകത്താക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഈ മൂത്ത സഹോദരിയും ഫലത്തിൽ അമ്മായിയമ്മയും ഇവർ രണ്ടുപേരും ഇപ്പോഴും പുറത്താണ്. ഇവരിതിൽ വളരെ നിർണായകമായി ഇനി ആത്മഹത്യ എന്ന നിലയിലേക്ക് പോകുമ്പോൾ പോലും പോലീസ് അങ്ങനെയാണ് കേസുമായി മുന്നോട്ട് പോകുന്നത്, അതിൽ സംശയമില്ല. അങ്ങനെ പോകുമ്പോൾ പോലും ഇവർക്കെതിരായ അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. അതായത് ഇതൊരു ഇതൊരു ആത്മഹത്യ ആണ് അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നു എന്നത് ഒരു പൊതുസമൂഹത്തിന് കൂടി വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇതിനകം തന്നെ അവരിത് ശേഖരിക്കുകയും ഇത്തരം CCTVകളൊക്കെ ശേഖരിക്കുകയും മാത്രവുമല്ല പോസ്റ്റ്മോർട്ടം പരിശോധന അടക്കം എങ്ങനെയാണ് ജിസ്മോൾ മരിച്ചത് അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ ജിസ്മോളുടെ അടക്കം ഫോൺ പരിശോധിച്ചതിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോൾ ജീവനൊടുക്കാൻ പോകുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസ് ഒളിവിൽ തുടരുന്നു. ബേലിൻ ദാസിന് ബാർ കൌൺസിൽ ഓഫ് കേരള കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. അച്ചടക്ക കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മറ്റ് നടപടികളിൽ അന്തിമ തീരുമാനമെടുക്കും. ബേലിൻ ദാസിനെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് ബാർ കൌൺസിൽ വിലക്കിയിട്ടുണ്ട്. ബാർ അസോസിയേഷനും ഇന്ന് അടിയന്തര ജനറൽ ബോഡി ചേരും. വി അരുണാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ബേലിൻ ദാസിലേക്ക് 2 ദിവസമായിട്ട് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പരാതിക്കാരിക്ക് വലിയ പ്രതിഷേധം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ അതായത് പലരും സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ള ആരോപണമാണ് പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് ബാർ കൌൺസിൽ വിലക്കിയിട്ടുണ്ട്. മറ്റ് നടപടികൾ എന്ത് പ്രതീക്ഷിക്കണം? ബാർ കൗൺസിലിൻ്റെയും ബാർ അസോസിയേഷൻ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ഇയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പോലീസിന് ഇതുവരെയും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവമുണ്ട്, അതായത് ഈ ഷാമിലിയെ മർദ്ദിച്ച ശേഷം 2 മണിക്കൂറോളം ഈ പ്രതി, ക്രിമിനൽ അഭിഭാഷകൻ കോടതി വളപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. കോടതിയിൽ ബാർ കൗൺസിൽ ഓഫീസിലും അയാളുടെ ഓഫീസിലുമായി ബാർ അസോസിയേഷൻ ഓഫീസിലും അയാളുടെ ഓഫീസിലുമായി ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ അയാളെ പോലീസിനെ തടയുകയാണ് അഭിഭാഷകർ ചെയ്തത്. അഭിഭാഷക നേതാവായ വള്ളക്കടവ് മുരളീധരൻ്റെ നേതൃത്വത്തിൽ പോലീസിനെ തടയുക. നമുക്കറിയാം, കോടതികളിൽ കയറി പ്രതികളെ പിടിക്കാൻ, അല്ലെങ്കിൽ അത് അഭിഭാഷകൻ എന്ത് കുറ്റം ചെയ്ത ആളായാലും പ്രതികളെ പിടിക്കാൻ അഭിഭാഷകർ അനുവദിക്കില്ല. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകും, വലിയ അക്രമങ്ങൾ അവിടെ ഉണ്ടാകും. പലതവണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്രൂരമായ മർദ്ദനം കോടതിക്കുള്ളിൽ മജിസ്ട്രേറ്റിൻ്റെ ചേംബറിന് മുന്നിലിട്ടും കോടതി വളപ്പിലിട്ടും നിരവധി തവണ പോലീസ് ഉദ്യോഗസ്ഥരെ, SIയും CIയും അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, അതുപോലെ RPFിൻ്റെ ഉദ്യോഗസ്ഥരെ ഒരു തവണ ആകാശത്തേക്ക് വെടിവെച്ച ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ട സംഭവം വരെ മഞ്ചൂർ കോടതി വളപ്പിൽ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഏത് വിധേനയും തങ്ങൾക്കൊപ്പമുള്ള ആളെ സംരക്ഷിക്കാൻ അഭിഭാഷകർ ശ്രമിക്കും. അതുതന്നെയാണ് ബേലിദാസിൻ്റെ കാര്യത്തിലും മഞ്ചൂർ കോടതിയിൽ ഉണ്ടായത്. അപ്പോഴൊരു കാര്യം അവർ മറന്നത്, ഈ ബേലിദാസ് എന്ന അഭിഭാഷകൻ അതിക്രൂരമായി മർദ്ദിച്ചത് തങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ്, അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം കറുത്ത കോട്ടിട്ട് ദിവസവും മഞ്ചൂർ കോടതിയിൽ അഭിഭാഷകയാണ് മർദ്ദിച്ചത്. എന്നിട്ട് പോലും ആ ക്രിമിനൽ കുറ്റം ചെയ്തയാളെ സംരക്ഷിക്കാൻ, അയാളെ അറസ്റ്റ് ചെയ്തത് വിലക്കാൻ അഭിഭാഷക സംഘം പതിവ് പോലെ കോടതിക്കുള്ളിൽ പോലീസ് തടഞ്ഞൊരു കാഴ്ചയുണ്ടായിരുന്നു. അതിനുശേഷവും ഇതുവരെ അയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒരു വിഭാഗം അഭിഭാഷകർ തന്നെയാണ്, മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് അയാൾക്ക് ഇപ്പോഴും സംരക്ഷണ കവചമൊരുക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ നിയോഗിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് സർക്കാരും CPM ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെയും അയാളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വലിയ പിന്തുണ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഈ അഭിഭാഷകർക്ക് ലഭിക്കുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെയും CPMൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കൾ അവർക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട്. ഇതിലെ നിയമമന്ത്രി P. രാജീവ് തന്നെ നേരിട്ടെത്തി ഈ അഭിഭാഷകയ്ക്ക് പിന്തുണ സർക്കാരിൻ്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. ഈ കോടതികളിൽ നിലവിലുള്ള നിയമപ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്ത്രീകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനം വേണമെന്ന ആവശ്യം ഇതിനിടെ ശക്തമാവുകയാണ്. എല്ലായിടത്തും അത്തരത്തിൽ ഈ ഇന്റേണൽ കമ്മിറ്റികളൊക്കെ ഉണ്ട്, പക്ഷേ അത് കോടതികളില്ല എന്ന വിമർശനങ്ങൾ വരുന്നു. അത് വേണമെന്ന ആവശ്യം ശക്തമായി വരുന്നു. ഏറ്റവും പ്രധാനം, ഇത്രയധികം ക്രൂരകൃത്യം ചെയ്ത ആളുകൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ വലിയ സങ്കടമുണ്ടാകുന്ന തരത്തിലൊരു പെൺകുട്ടിയെ ആക്രമിച്ച പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള കാര്യം.
തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെക്കൻ മേഖല അവലോകന യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അവലോകന യോഗമാണ് ചേരുന്നത്. വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് യോഗത്തിൽ പരിഹരിക്കും. വി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട് മറ്റ് വിശദാംശങ്ങളുമായി. അരുൺ, ഈ യോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, എല്ലാ മേഖലകളിലും മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത് മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടുള്ള അവലോകന യോഗങ്ങൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ യോഗമാണ് ഇന്ന് ചേരുന്നത്. ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ 3 ജില്ലകളിലും സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ, അതിൻ്റെ വിലയിരുത്തലാണ് പ്രധാനമായും ഉണ്ടാവുക. ഈ മുന്നോട്ട് പോകുന്ന പദ്ധതികളിൽ ഏതെങ്കിലും തടസ്സങ്ങൾ, ഏതെങ്കിലും തരത്തിൽ അത് മുടങ്ങിക്കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് വേഗക്കുറവുണ്ടെങ്കിലോ അത് പരിഹരിക്കുക എന്നാണ് യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. വിശദമായ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കും. വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ജനങ്ങളെ അറിയിക്കുക എന്നതുകൂടി സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. അതുകൂടി ഈ യോഗങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയും. സർക്കാരിന് വിവിധ മിഷനുകളുണ്ട്. ആ മിഷനുകളുടെ അവലോകനവും ഈ പദ്ധതികളുടെ അവലോകനവുമാണ് മറ്റു പ്രധാനപ്പെട്ട അജണ്ട. ഈ യോഗത്തിൻ്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, വികസന പദ്ധതി, സർക്കാരിന്റെ നിലപാട് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ പറയും. ജില്ലാ കളക്ടർമാർ വിഷയം അവതരിപ്പിക്കും. 12:45 ക്ഷമിക്കണം, ആദ്യം മുഖ്യമന്ത്രി അല്ല, ആദ്യം ജില്ലാ കളക്ടർമാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. പിന്നീട് മുഖ്യമന്ത്രി ഉപസംഹാരം പ്രസംഗം നടത്തും. അതിനുശേഷം 3 ജില്ലകളിലും ഈ മേഖലയിലെ ക്രമസമാധാന നില എങ്ങനെയാണ്, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്ത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥരുമായും മുഖ്യമന്ത്രി സംസാരിക്കും. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പ് അധ്യക്ഷന്മാരും ഉന്നത ഉദ്യോഗസ്ഥരും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മലപ്പട്ടം സംഘർഷത്തിൽ 75 പേർക്കെതിരെ കേസ്. 50 കോൺഗ്രസ് പ്രവർത്തകർക്കും 25 CPM പ്രവർത്തകർക്കുമെതിരെയാണ് കേസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നയിച്ച പദയാത്രയിലെ സംഘർഷത്തിലാണ് കേസ്. അടുവാപ്പുറത്ത് കോൺഗ്രസ് പുനർനിർമ്മിക്കുന്ന ഗാന്ധി പ്രതിമ വീണ്ടും തകർത്തത് CPM എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കനത്ത പോലീസ് കാവലിലാണ് മലപ്പട്ടം അടുവാപ്പുറം മേഖല നിലവിൽ ഉള്ളത്. ഇന്നലെയായിരുന്നു കണ്ണൂർ മലപ്പട്ടത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നയിച്ച ജാഥ മലപ്പട്ടം ടൗണിൽ എത്തിയപ്പോഴാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത്. CPM മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു ഈ സംഭവം. CPM ഓഫീസിൽ നിന്ന് കല്ലേറും കുപ്പിയേറും ഉണ്ടായെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിലെ ജനാലകൾ കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർത്തു. തുടർന്ന് ഇരുവിഭാഗം പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോലീസ് ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഒരാഴ്ച മുൻപ് അടുവപ്പുറത്ത് CPM പ്രവർത്തകർ ഗാന്ധി സ്തൂപം തകർത്തിരുന്നു. ആ വിഷയവും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് ഇരുവിഭാഗവും കടന്നത്. ഇപ്പോഴും ഏത് നിമിഷവും ഒരു സംഘർഷം ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കനത്ത കാവൽ ഈ മേഖലയിലുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രപതി. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് ദ്രൗപദി മുർമു കോടതിയോട് 14 ചോദ്യങ്ങൾ ചോദിച്ചത്. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്നും ചോദിക്കുന്നു. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, കോടതിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് രാഷ്ട്രപതി. വിശദാംശങ്ങൾ.
അതായത് നീതിന്യായ ചരിത്രത്തിൽ തന്നെ നിർണായകമാകാൻ പോകുന്ന നീക്കത്തിനാണ് ഇപ്പോൾ രാഷ്ട്രപതി തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം 143(1) അനുച്ഛേദ പ്രകാരമാണ് ഇത്തരത്തിൽ പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രപതി 14 ചോദ്യങ്ങൾ കോടതിയോട് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം അടുത്തിടെയാണ് ഇത്തരത്തിൽ തമിഴ്നാട് ഗവൺമെന്റും ഒപ്പം തന്നെ മറ്റ് നിരവധി സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ബില്ലുകൾ അനന്തമായി ഇങ്ങനെ കാലതാമസം വരുന്നു. അതിൽ ബില്ലുകളിൽ ഒപ്പിടാതെ ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലതാമസം കാലാകാലങ്ങളായി കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അതിനെതിരെയാണ് തമിഴ്നാട് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും തുടർന്ന് 2-അംഗ ബെഞ്ച് ജസ്റ്റിസ് സൂര്യകാന്തും ഒപ്പം തന്നെ ആർ മഹാദേവൻ എന്നിവരുടെ 2-അംഗ ബെഞ്ചായിരുന്നു ഇത്തരത്തിലൊരു നിർണായക വിധി പുറപ്പെടുവിക്കുന്നത്. അതായത് രാഷ്ട്രപതിക്കും ഒപ്പം തന്നെ ഗവർണർക്കും ഈ ബില്ലിൽ ഒപ്പിടാൻ ചില സമയപരിധി സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ച് നൽകിയായിരുന്നു. അതായത് ഗവർണർക്ക് 1 മാസവും മുതൽ 3 മാസം വരെ ബില്ലിൽ ഒപ്പിടാൻ സമയപരിധി നിശ്ചയിക്കുന്നു. ഒപ്പം തന്നെ രാഷ്ട്രപതിക്ക് 3 മാസം വരെ ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവിറക്കിയത്, അല്ലെങ്കിൽ വിധി പ്രസ്താവിക്കുകയും ചെയ്തത്. അതിനെതിരെയായിരുന്നു പിന്നീട് ഉപരാഷ്ട്രപതിയൊക്കെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രപതി തന്നെ പ്രധാനമായും 14 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നത്. ഇതിൽ രാഷ്ട്രപതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ഭരണഘടനയുടെ 200-ാം അനുച്ഛേദം അത് ഗവർണർക്ക് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഭരണഘടന അനുവാദം നൽകിയിട്ടുണ്ട്. അക്കാര്യം നിലനിൽക്കുന്നുണ്ട്. അതിനെതിരായി എങ്ങനെ സുപ്രീം കോടതിക്ക് നിലപാടെടുക്കാൻ സാധിക്കും? ഒപ്പം തന്നെ ഭരണഘടനയുടെ 201-ാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിക്ക് ഈ രീതിയിൽ സമാനമായ രീതിയിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള സവിശേഷ അധികാരമുണ്ട്. പക്ഷേ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം മറ്റ് രാജ്യങ്ങളൊന്നും ഇല്ലാത്ത പോലെ തന്നെ, മറ്റ് സുപ്രീം കോടതിക്കൊന്നും ഇല്ലാത്തതുപോലെ തന്നെ ഭരണഘടനയുടെ 142-ാം അനുച്ഛേദ പ്രകാരം പലയിടത്തും ഇല്ലാത്ത ചില നിയമങ്ങളും പ്രഖ്യാപിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അതായത് പല നിയമങ്ങളും സുപ്രീം കോടതിക്ക് തന്നെ പ്രഖ്യാപിക്കാനുള്ളൊരു അധികാരമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു നിയമത്തിലേക്ക് സുപ്രീം കോടതി എത്തിയതെന്നുള്ളത് തന്നെയാണ്. അതിൽ എന്തൊക്കെയാണ് ഒരു ബില്ല് വന്നാൽ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ നിർവചിക്കുന്നത് അത് വ്യക്തമാക്കാൻ തയ്യാറാകണം. അതായത് ഒരു ബില്ലിന്മേൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മേൽ ഇത്തരത്തിൽ സമയപരിധി നിശ്ചയിക്കാൻ ഈ 142-ാം അനുച്ഛേദം ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിക്കാകുമോ? മറ്റൊന്ന്, അത് ചോദ്യം ചെയ്യാൻ കോടതിക്ക് കഴിയുമോ എന്നുള്ള കാര്യം കൂടി രാഷ്ട്രപതി ചോദിച്ചു വെക്കുന്നു. ഒപ്പം തന്നെ ബില്ലുകളുടെ കാര്യത്തിൽ ഭരണഘടന പറയാത്ത സമയപരിധി, അതായത് ഭരണഘടനയിൽ ഇത്തരത്തിൽ ബില്ലുകളുടെ കാര്യത്തിൽ ഒരു സമയപരിധി നിശ്ചയിക്കാൻ പറയുന്നില്ല. അങ്ങനെ പറയാത്ത ഒരു കാര്യം കോടതിക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാൻ അധികാരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചോദിക്കുന്നു. ഒപ്പം തന്നെ അത് നിശ്ചയിക്കാൻ അധികാരമുണ്ടെങ്കിൽ ഹർജി വരുമ്പോൾ 2-അംഗ ബെഞ്ചിനോ അല്ലെങ്കിൽ 3-അംഗ ബെഞ്ചിനോ ഇതിൽ തീരുമാനിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതിയോട് ചോദ്യം രൂപേണ രാഷ്ട്രപതി ചോദിക്കുന്നു. അതെല്ലാം ഭരണഘടനയുടെ ബെഞ്ചല്ലേ തീർപ്പാക്കേണ്ടത്. കാരണം ഭരണഘടനമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭരണഘടന ബെഞ്ച് അല്ലേ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത് തുടങ്ങിയ സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ഉന്നയിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ഈ 142-ാം അധികാരം ഇങ്ങനെ നിർദ്ദേശം നൽകാൻ കഴിയുന്നതാണോ? ഒപ്പം തന്നെ നിയമത്തിലെ സാങ്കേതിക വിഷയങ്ങൾ വ്യാഖ്യാനിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ? ഒപ്പം തന്നെ നിയമത്തിൽ പറയാത്ത കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് രാഷ്ട്രപതി പറഞ്ഞു വെക്കുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എന്തായാലും ഇനി ഒരു വിശാല ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് അതിൽ രൂപീകരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അങ്ങനെ എങ്കിൽ നിലവിൽ ഈ 2-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിക്കൊരു താൽക്കാലിക സ്റ്റേ അനുവദിച്ചുകൊണ്ട് പ്രസിഡന്റ് റഫറൻസായി കണക്കാക്കിക്കൊണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പ്രസിഡൻഷ്യൽ റഫറൻസായി കണക്കാക്കപ്പെടും. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിക്കൊരു കൃത്യമായ രീതിയിലൊരു നിയമസാധ്യത കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിൽ കൃത്യമായ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശാല ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട്, ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ഇക്കാര്യം, ഈ ഒരു വിഷയം പരിഗണിക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ തന്നെ നമുക്കറിയാം കേന്ദ്ര സർക്കാർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപതി മുഖേന കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയോട് ഉന്നയിച്ചിരിക്കുന്നത്. അത് ഉന്നം വെച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഒരു ഇക്കാര്യത്തിൽ ഒരു സ്റ്റേ അടക്കമുള്ള കാര്യങ്ങൾ ഈ 2-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ സ്റ്റേ നൽകിക്കൊണ്ട് ഒരു വിശാല ബെഞ്ച് രൂപീകരിച്ച് ഇക്കാര്യത്തിൽ ഒരു നിയമ വ്യക്തത വരുത്താനായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും മിഥുൻ, ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ 14 ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് രാഷ്ട്രപതി. അപൂർവമായ ചില നടപടികൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്.
വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പുതിയ ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. നിയമം പൂർണ്ണമായോ ഏതെങ്കിലും വകുപ്പുകളോ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിനെതിരെ സമസ്തയും മുസ്ലിം ലീഗും സമർപ്പിച്ച എതിർ സത്യവാങ്മൂലവും കോടതി പരിഗണിക്കും. MG മിഥുൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. മിഥുൻ, ആദ്യഘട്ടത്തിൽ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഈ നിയമ ഭേദഗതിയിലെ സുപ്രധാനപ്പെട്ട ചില വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ട് അത് സ്റ്റേ ചെയ്യുന്ന നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനെതിരെ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊരു സത്യവാങ്മൂലമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടി പരിഗണനയിൽ വരികയാണ്. എന്ത് പ്രതീക്ഷിക്കണം? MG മിഥുനിലേക്ക് മടങ്ങിയെത്താം. എന്തായാലും ഈ വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. മിഥുൻ, തുടരാം. അതായത് ഇതിനു മുമ്പ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഈ ഹർജികൾ വന്നപ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന പ്രധാനമായും പറഞ്ഞു വെച്ചത്, കാരണം ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പുതിയ ചീഫ് ജസ്റ്റിസ് ഉടൻ തന്നെ അധികാരം ഏറ്റെടുക്കും, ചുമതലയേൽക്കും. അതിനുശേഷം ആ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇത് പരിഗണിക്കട്ടെ എന്നുള്ള കാര്യമായിരുന്നു സഞ്ജീവ് ഖന്ന വ്യക്തമാക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ BR ഗവായി ചീഫ് ജസ്റ്റിസായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഇപ്പോൾ വഖഫ് ബിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ വരികയാണ്. നമുക്കറിയാം, സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട ചില സ്റ്റേ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു മുസ്ലിം ലീഗും സമസ്ത ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കക്ഷികളും ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്ത് ഏറ്റവും ഒടുവിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ അന്ന് കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം, ഇതിൽ കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രത്തിന് 7 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച് നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ നിലവിലെ സാധ്യതകൾ, അതായത് അതുമായി മുന്നോട്ട് പോവുക, അതിലൊരു മാറ്റവും ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. നിലവിലെ വ്യവസ്ഥകൾ പാലിച്ച് മുന്നോട്ട് പോകാനും മറ്റ് തീരുമാനങ്ങൾ, അതായത് ഈ കേന്ദ്രം ഈ നിയമവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതികൾ അത് ഇതിനുശേഷം മാത്രം പ്രാബല്യത്തിലേക്ക് വരൂ എന്നുകൂടി കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിൽ കേന്ദ്രം തന്നെ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. അതിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു സ്റ്റേയോ അല്ലെങ്കിൽ ഈ നിയമത്തിൽ ഒരു സ്റ്റേയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എടുത്തു കളയാനോ പാടില്ല എന്ന് കേന്ദ്രം ആവർത്തിച്ച് പറയുകയുണ്ടായി. അതിനെതിരെ പിന്നീട് എതിർ സത്യവാങ്മൂലം, ഒരു അധിക സത്യവാങ്മൂലം നൽകുന്ന എന്ന പരിഗണനയിൽ മുസ്ലിം ലീഗും ഒപ്പം തന്നെ സമസ്തയും പിന്നീട് ഹർജികൾ സമർപ്പിച്ചു, സത്യവാങ്മൂലം സമർപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കോടതിയുടെ പരിഗണനയിലേക്ക് വരികയും ചെയ്യും. അതിൽ മുസ്ലിം ലീഗ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്, അതായത് ഹിന്ദു മതാചാര പ്രകാരമായും ഒപ്പം തന്നെ സിഖ് മതാചാരവും പ്രകാരമായും എടുത്തിട്ടുള്ള നടപടികൾക്ക് വിരുദ്ധമായാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഭേദഗതി പാസ്സാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കണക്കുകൾ, പല കാര്യങ്ങളിലും കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം എന്നുകൂടി മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതിയോട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുന്നിലേക്കാണ് ഈ ഒരു ഹർജികൾ വരുന്നത്. എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്, ഈ വിഷയത്തിലൊരു സ്റ്റേയോ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് സുപ്രീം കോടതി കടക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അതോ മറ്റൊരു ബെഞ്ചിലേക്ക്, ഒരു വിശാല ബെഞ്ചിലേക്ക് ഈ വിഷയം പരിഗണിക്കുന്നതിന് വേണ്ടി കൈമാറുമോ എന്നുകൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. മലമ്പുഴ ഡാമിൽ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു. പാലക്കാട് പൂളക്കാട് സ്വദേശി നസീഫിന്റെ മക്കളായ മുഹമ്മദ് നിഹാൽ, ആദിൽ എന്നിവരാണ് മരിച്ചത്. 20ഉം 16ഉം വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ഇരുവരും കുളിക്കാൻ ഇറങ്ങിയത്. പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലക്കാട് മരുത റോഡിൽ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മലപ്പുറം വണ്ടൂർ സ്വദേശി ജിഷ്ണുരാജാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്തിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കഞ്ചിക്കോട് കിൻഫ്രയിലെ പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരനാണ് ജിഷ്ണുരാജ്. പാലക്കാട് മുതലമട ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടക്കും. മുതലമടയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഭരണ കാലാവധിക്കുള്ളിൽ 2 തവണ അവിശ്വാസ പ്രമേയം വരുന്നത്. രാവിലെ 10:30 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, ഉച്ചയ്ക്ക് 2:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ BJP, കോൺഗ്രസ് അംഗങ്ങൾക്ക് പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട്. 8 LDF അംഗങ്ങളാണ് അവിശ്വാസം കൊണ്ടുവന്നത്. നിലവിൽ CPM 8, കോൺഗ്രസ് 6, BJP 3 സ്വതന്ത്രർ എന്നിങ്ങനെയാണ് കക്ഷിനില.
ഇനി നമ്മളൊരു മനോഹര കാഴ്ചയിലേക്കാണ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ആ ഒരു പദ്ധതി, പുതിയൊരു പദ്ധതി കൂടി വരുന്നുണ്ട് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട്. ആ വാർത്തയുടെ ഒരു വിശദാംശത്തിലേക്കാണ്. ഇടുക്കി അഞ്ചുരുളിയുടെ കാഴ്ചകൾ അടുത്തറിയാൻ പദ്ധതിയുമായി വനം വകുപ്പ്. കാനന പാതയിലൂടെ നടന്ന് ജലാശയത്തിന് സമീപത്തെത്തി കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരമാണ് ഇക്കോ ടൂറിസം പദ്ധതിയിലൂടെ വനം വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. മേഖലയിൽ സഞ്ചാരികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്താനും പ്രദേശം മാലിന്യമുക്തമായി സംരക്ഷിക്കാനും പദ്ധതി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇടുക്കി ജലാശയത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച നൽകുന്ന പ്രദേശമാണ് അഞ്ചുരുളി. ഇടുക്കി വനമേഖല, വിശാലമായ ജലപ്പരപ്പ്, അഞ്ചുരുളി ടണൽ, കരടിയള്ള് ഗുഹ തുടങ്ങിയ കാഴ്ചകൾ ഏറെയുണ്ട് ഇവിടെ. വശത്തു നിന്നും ജലാശയത്തിന്റെ കാഴ്ച ലഭ്യമാകുന്ന അഞ്ചുരുളി മുനമ്പിലേക്ക് വിലക്ക് ലംഘിച്ചും സഞ്ചാരികൾ എത്തിയിരുന്നു. മേഖലയിലെ അപകട സാധ്യത പോലും മനസ്സിലാക്കാതെയാണ് പലരും അതിക്രമിച്ചു കയറിയിരുന്നത്. വനമേഖലയിൽ സഞ്ചാരികൾ മാലിന്യം നിക്ഷേപിക്കുന്നതും പതിവായിരുന്നു. ഈ സാഹചര്യങ്ങൾക്ക് പരിഹാരം എന്ന നിലയിലാണ് വനം വകുപ്പ് ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ നിർവഹിച്ചു. ഞങ്ങൾ ഇവിടെ ഒരു നിയന്ത്രിത ടൂറിസം അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ ഒരു ടൂറിസം വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായത്. അതിനടിസ്ഥാനത്തിലൊരു പദ്ധതി രൂപീകരിച്ച് കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് കൊടുത്തിരുന്നു. അത് നമ്മൾ കൊടുത്തത് അഞ്ചുരുളി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് അത് തയ്യാറാക്കി കൊടുത്തത്. കാനനപാതയിലൂടെ സഞ്ചരിച്ച് കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 4 ഗൈഡുമാരെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന 10 അംഗ സ്വയം സഹായ സംഘത്തിനാണ് നടത്തിപ്പ് ചുമതല. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ന്യൂസ് 18 ഇടുക്കി. കീശ കാലിയാകാതെ ഒരു വൺ ഡേ ട്രിപ്പാണോ നിങ്ങളുടെ മനസ്സിൽ? എങ്കിലൊരു സ്ഥലമുണ്ട്, കാണിച്ചു തരാം. സഹ്യന്റെ മടിത്തട്ടിലെ മനോഹരമായ കടവാണ് അമ്പൂരി മായം കടവ്. പ്രാദേശിക ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള മായം കടവിലേക്ക് അവധിക്കാലമായതോടെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ്. പോക്കറ്റ് കാലിയാകാതെ മനോഹരമായ ഒരു പിക്നിക് ഏതൊരു സാധാരണക്കാരന്റെയും ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അത് തന്നെയാണ് അമ്പൂരി മായം കടവ് പ്രാദേശിക വിനോദസഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്നത്. സഹ്യന്റെ മടിത്തട്ടിൽ നെയ്യാറിന്റെ റിസർവോയർ കൂടിയായ മായംകടവിൽ നിന്നാൽ കാടിന്റെ വന്യത കൂടെ കണ്ട് ആസ്വദിക്കാം. അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ മായം സ്കൂളിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കടവിലേക്ക് അവധി ദിനങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്ക് ദിനം പ്രതി വർദ്ധിക്കുകയാണ്. കുടുംബസമേതമായി എത്തുന്നവർ ഒരുമിച്ചിരുന്ന് ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നതും കടവിൽ നീന്തി കുളിക്കുന്നതും പരമ്പരാഗത വള്ളത്തിലുള്ള യാത്രയുമൊക്കെ ആസ്വദിച്ചാണ് കടവിനോട് വിട പറയുന്നത്. ഞാൻ മിക്കവാറും ഹോളിഡേയ്സ് ഒക്കെ വരാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നീന്തലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. കാരണം ഇത് കുറച്ച് ദൂരം നമുക്ക് ഇതിൽ ഈ വെള്ളത്തിലൂടെ ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. പിന്നെ നെയ്യാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ട് തന്നെ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്നവർക്ക് കാട്ടാക്കട കള്ളിക്കാട് വഴിയോ നെയ്യാറ്റിങ്കര അമ്പൂരി വഴിയോ മായം കടവിലെത്താം. ചുരുക്കത്തിൽ തലസ്ഥാന നഗരിയിൽ നിന്ന് 33 കിലോമീറ്റർ പിന്നിടുമ്പോൾ ഈ പ്രകൃതി സുന്ദരമായ ഇടത്തെത്താം. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് ഭരണകൂടം. ടവർ ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് അനന്തമായ ജലാശയത്തിന്റെ ഭംഗി ആസ്വദിക്കാനുള്ള പദ്ധതികൾ ഏറെക്കുറെ ഒരുങ്ങി വരുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്ക് നെയ്യാർ ഡാം, കാപ്പുകാട് ആനപരിപാലന കേന്ദ്രം, മായംകടവ്, പ്ലാൻകൂടിക്കടവ് എന്നിവ കണ്ട് സംസ്ഥാന അതിർത്തിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും കണ്ട് ഒരു ദിവസത്തെ ഉല്ലാസയാത്ര നടത്താൻ കഴിയും. പ്രാദേശിക ടൂറിസം മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന സർക്കാർ മായംകടവിനെ ഗൗരവമായി തന്നെ കണ്ടാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് മറ്റൊരു മുതൽക്കൂട്ടാകും എന്നതിന് എതിർ അഭിപ്രായമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ തുടക്കത്തിലെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നില്ലേ, ഒരു അതിഥി ഇന്ന് രാവിലെയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളത്. മറ്റാരുമല്ല, വാർത്താ ദിനങ്ങളിൽ 2 ദിവസമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കേസരി വാരിക മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധു ആണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ NR മധു, സ്വാഗതം. ഗുഡ് മോർണിംഗ്. ന്യൂസ് 18ലേക്ക് സ്വാഗതം.
നമുക്കറിയാം ഇപ്പോൾ വലിയ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അധിക്ഷേപം ഒക്കെ നടക്കുന്ന പശ്ചാത്തലം, ഡിവൈഎഫ്ഐ പരാതി നൽകിയിട്ടുണ്ട്, ഒരുപക്ഷെ കേസ് എടുത്തേക്കാം. അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ടോ? ശ്രീ NR മധു, താങ്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്നെ? ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിഥിയിലേക്ക് എത്താം. കേസരി വാരിക മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധു ആണ് നമുക്കൊപ്പം ചേരുന്നത്. നമുക്കറിയാം 2 ദിവസമായി വാർത്തകളിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് വേദിയിൽ നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ശ്രീ NR മധു, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ വലിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണല്ലോ. വലിയ അധിക്ഷേപമൊക്കെ താങ്കൾക്കെതിരെ സൈബർ ഇടത്തിൽ നടക്കുന്നുമുണ്ട്. ഒരുപക്ഷെ ഇനി കേസ് എടുത്തേക്കാം. വേണ്ടിയിരുന്നില്ല ഇത്തരം പരാമർശമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഒരിക്കലുമില്ല. ഞാൻ വിവാദങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ സംവാദങ്ങളിലാണ് വിശ്വസിക്കുന്നത്. ആരോഗ്യകരമായ സംവാദങ്ങളെ ഭയപ്പെടുന്നവരാണ് വിവാദങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതിലൊരു മാറ്റവുമില്ല. 2 വിഷയങ്ങളാണ് വലിയ രീതിയിൽ വിവാദമായത്. ഒന്ന്, വേടനെതിരായിട്ടുള്ള പരാമർശം. അത് വേടൻ ജാതീയമായിട്ടുള്ള വിഘടനവാദമൊക്കെ നടത്തുന്നു എന്ന തരത്തിലാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് പരാമർശം വന്നത്. പക്ഷേ നമ്മുടെ സാമൂഹികമായി നോക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ മാത്രമല്ല, ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ ജാതീയമായ വിവേചനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം പുതുതലമുറയ്ക്ക് നൽകുന്ന വേടന്റെ പാട്ടുകളോട് എന്തിനാണ് വിരോധം താങ്കൾക്ക്? ഞാൻ വേടൻ വിഘടനവാദം പ്രചരിപ്പിക്കുന്നതെന്നല്ല പറഞ്ഞത്. വിഘടനവാദികളുടെ കയ്യിലെ ഉപകരണമായി വേടൻ മാറുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിലെ കലാകാരനെ ഞാൻ നിഷേധിച്ചിട്ടില്ല, അദ്ദേഹത്തിലെ പാട്ടുകാരനെ ഒന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഒരു ദളിത് ഐക്കണായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം ഈ നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ ദളിതരുടെ പ്രശ്നങ്ങളല്ലല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ സംഗീതങ്ങളിൽ അതിന്റെ സാഹിത്യം നിങ്ങൾ നോക്കൂ. അദ്ദേഹം സിറിയെ കുറിച്ച് പറയുന്നുണ്ട്. സിറിയുടെ മാറിലെ മുറിവ് അദ്ദേഹം പറയുന്നുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഓഡിയോയിൽ കണക്ഷനിൽ ചെറിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഡോക്ടർ NR മധു ആണ് നമുക്കൊപ്പം തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മളോട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ കുറച്ചുകൂടി വ്യക്തത അദ്ദേഹം വരുത്തുകയാണ് ഈ ഘട്ടത്തിൽ. ശ്രീ NR മധു, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ തുടരാം. എനിക്ക് കേൾക്കാം, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കേൾക്കുന്നുണ്ട്, ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഞാന് വേടൻ വിഘടനവാദിയാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. വിഘടനവാദികളുടെ കൈകളിലെ ഉപകരണമായി അദ്ദേഹം മാറുന്നുണ്ടോ എന്ന സംശയമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. കാരണം അദ്ദേഹത്തെ ഇവിടെ ഒരു ദളിത പിന്നോക്ക ഐക്കണായി അവതരിപ്പിക്കുന്നവർ സത്യത്തിൽ ദളിതരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഒന്ന്, അദ്ദേഹം ഉയർത്തുന്ന പ്രമേയങ്ങളൊന്നും കേരളത്തിലെ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ മുൻനിർത്തിയല്ല. അദ്ദേഹത്തിന്റെ പാട്ടുകളില്, അതിന്റെ സാഹിത്യത്തില് അദ്ദേഹം ഉന്നയിക്കുന്നത് സിറിയ നിൻ മാറിലെ മുറിവിനെ കുറിച്ച് അദ്ദേഹം വേദനിക്കുന്നുണ്ട്. കൊറിയയിലെ മീതയുള്ള കഴുകനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ലങ്കയിൽ ദാഹം മാറാതെ അലഞ്ഞു നടക്കുന്ന പുലികളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പുലികൾ ഏതാണ്? LTT-കാരാണ്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTT ആണ് ഇവിടെ മഹത്വവൽക്കരിക്കുന്നത്. സോമാലിയയിലെ ബാല്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. വയനാട്ടിലെ വനവാസി പട്ടിണി കിടന്ന് മരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. മ്യാൻമറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോന്തുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഇന്റർവ്യൂവില് അദ്ദേഹത്തിന് പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ്. ഇതൊക്കെ വളരെ സ്പഷ്ടമായ അജണ്ടയാണ്. ഇതിനെയാണ് ഞാൻ ഭീകരവാദം എന്ന് വിളിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ആൾക്കാർ എഴുതി കൊടുക്കുന്ന സാഹിത്യമാണെന്നാണ് തോന്നുന്നത്. പലായനം ചെയ്യുന്നു, പാലസ്തീനിലെ ആൾക്കാർ പലായനം ചെയ്യുന്നു. കാശ്മീരിൽ നിന്ന് 90കൾ മുതൽ പലായനം ചെയ്തവരെ കുറിച്ച് എന്തേ പരാമർശിക്കാത്തത്? ചീനവിൻ ചെങ്കൊടി താഴെ ഖുറാൻ കത്തിയതിന് മണം. ഖുറാൻ കത്തിയതിന്റെ മണമാണ് അദ്ദേഹത്തെ വ്യസനിപ്പിക്കുന്നത്. അതുകൊണ്ട് ചീനയിലെ ചെങ്കൊടി താഴെയാണെന്ന് പറയുന്നു.
അപ്പൊ ഈ നാട്ടില് നിരവധി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമുണ്ട്. ഇത്രയൊക്കെ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ കഴിയുന്നയാൾ പാലസ്തീന്റെ പതാക ഉയർത്തുന്നു. നമ്മുടെ ഈ രാജ്യം ഒരു യുദ്ധമുഖത്തു നിൽക്കുമ്പോൾ ഈ ഭാരതത്തിന്റെ പതാക ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടല്ലോ. അപ്പോ ആസിഫായുടെ അര ഉടയ്ക്കുവാൻ ഭഗവാൻ കാവലിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഒരു മതവർഗീയത എന്താ പറയാനുള്ളത്? ആരാണ് ആസിഫയുടെ അര ഉടച്ചത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ മദ്രസകളിൽ ആമിനമാരുടെ അര ഉടയ്ക്കുന്നവരെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇയാൾ പാടാത്തത്? അതുകൊണ്ട് കേരളത്തിലെയോ ഭാരതത്തിലെയോ ദളിതിന്റെ പ്രതീകമാണ് ഇയാളെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് കൃത്യമായ ഒരു അജണ്ട ഇതിന്റെ പിന്നിൽ ആളുണ്ട്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലല്ല. ചില കേസുകൾ അങ്ങനെയാണല്ലോ, നല്ല കള്ളന്മാരൊന്നും സാക്ഷികളെ അവശേഷിപ്പിക്കില്ല. സാഹചര്യ തെളിവ് കൊണ്ട് കോടതിക്ക് വിധി പറയേണ്ടി വരും. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ സാഹചര്യ തെളിവുകൾ മുഴുവൻ ഇതിന്റെ പിന്നില്, ഈ സാഹിത്യങ്ങളുടെ പിന്നിൽ വ്യക്തമായ പദ്ധതി ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ സംശയം. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിലെ കലാകാരനെ വിമർശിച്ചിട്ടില്ല, അദ്ദേഹത്തെ ഭീകരവാദി എന്ന് വിളിച്ചിട്ടുമില്ല. ഈ വേടന്റെ പാട്ട് വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാബറ ഡാൻസും വെക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ഇത്തരത്തിലുള്ള പരാമർശമൊക്കെ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യപരമായ സംവാദമാണെന്ന് തോന്നുന്നുണ്ടോ? കേൾക്കണം, ഏത് സന്ദർഭത്തിലാണ് അത് പറയുന്നത്? ഒരു ക്ഷേത്ര കലകളെ കുറിച്ച് ആ പരിപാടി നടക്കുന്ന സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട്. അവിടെ നടത്തിയ കലാപരിപാടികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. കല എന്താണ്? മനസ്സുകളെ വിമലീകരിക്കുന്നതാണ് കല. മനസ്സുകളെ സംഘർഷഭരിതമാക്കുന്നതും മനസ്സുകളിൽ മാലിന്യം വാരി വിതറുന്നതുമല്ല കല. മനുഷ്യനെ സംഘർഷത്തിലേക്ക് നയിക്കുന്നതല്ല കല. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ സമൂഹം ഇതേ ജാതീയത പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു കാലത്ത് അവിടെ സിവിൽ വാർ നടന്ന എന്താണ്? ബ്ലാക്കിനും വൈറ്റിനും തമ്മിലുള്ള സിവിൽ വാർ ആയിരുന്നു. അവിടെ അടിമകളും ഉടമകളും തമ്മിലുള്ള സിവിൽ വാർ ആയിരുന്നു. ആ പുരോഗമിച്ച സമൂഹം ഇപ്പൊ അവിടെയല്ല നിൽക്കുന്നത്. അതിൽ നിന്ന് എത്ര മുന്നോട്ട് പോയി? നമ്മുടെ രാജ്യത്ത് ദളിതനും പിന്നോക്കക്കാരനും അവർണനും സവർണനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കേരളം നവോത്ഥാനത്തിന്റെ പാതയിൽ നിന്ന് മുന്നോട്ട് പോയി. നമുക്കറിയാം, നവോത്ഥാന നായകന്മാര് അയ്യങ്കാളിയാണെങ്കിലും പണ്ഡിറ്റ് കറുപ്പനാണെങ്കിലും അതുപോലെ മന്നത്ത് പത്മനാഭനാണെങ്കിലും ഇവരൊക്കെ പരസ്പര സഹവർത്തിത്വത്തോടുകൂടി സഹകരണത്തോടുകൂടിയാണ് പോയത്, അല്ലാതെ പരസ്പരം പൊരുതിയിട്ടല്ല. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ സവർണ ജാഥ നയിക്കാൻ സവർണൻ എന്ന് നാം വിളിക്കുന്ന മന്നത്ത് പത്മനാഭൻ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ഈ സമൂഹത്തെ ശിഥിലമാക്കണം, സംഘർഷത്തിലേക്ക് നയിക്കണമെന്ന താല്പര്യമുള്ള ചില അജണ്ടകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ശരി, അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്. ഒരു കാര്യം കൂടി ഇടപെട്ട് ചോദിച്ചോട്ടെ. മറ്റൊന്ന്, ഈ ഷവർമയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ ഒരു വാചകമാണ്, ഈ ഷവർമ കഴിച്ച് മരിക്കുന്നതൊക്കെ ഹിന്ദുക്കളാണോ? താങ്കൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? നിങ്ങൾക്ക് ആ മരിച്ചവരുടെ കണക്ക് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ആ ഒരു വിഷയത്തിൽ ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ ആദ്യം ആ പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് മുഴുവൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടും. അതിൽ മാംസാഹാരം കഴിക്കുന്ന തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മാംസാഹാരത്തിന്റെ അത് കഴിക്കുന്ന സമയത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമിതമായ മാംസാഹാരം അത് ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷവർമയെ സംബന്ധിച്ച് കഴിക്കുന്നതൊക്കെ വർമ്മമാരാണ്, മരിക്കുന്നതൊക്കെ വർമ്മമാരാണ് എന്ന് പറഞ്ഞതിന്റെ പരിഹാസം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കാതെ പോയത് എന്റെ കുറ്റമല്ല. ഭൂരിഭാഗവും അതിൽ മരിച്ചത് ഹിന്ദുക്കൾ ആയതുകൊണ്ടാണ്. കാരണം ഇന്ന് ഒരു കാര്യം കൂടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളെക്കാളും ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ മാംസം കഴിക്കുന്ന ഹിന്ദുക്കളാണ്. ആ ഹിന്ദു സമൂഹം ഇന്ന് ആരോഗ്യപരമായ പ്രതിസന്ധിയിലേക്ക് നേരിടുകയാണ്. ഞാൻ അവിടെ ആ ആഹാരത്തെ പ്രസാദമായി കാണണം, ആഹാരത്തെ അല്ലെങ്കിൽ ആഹാരം കഴിക്കുക എന്ന പ്രക്രിയ യജ്ഞമായി കാണണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആഹാരം കഴിക്കുന്നതിൽ പോലും സംസ്കാരം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അരാജകത്വം ഉണ്ടാക്കുന്നതല്ല സംസ്കാരം. അതുകൊണ്ട് ആഹാര സംസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴാണ് ഷവർമയെ കുറിച്ച് പറഞ്ഞത്. ഷവർമ കഴിച്ച് ആൾക്കാർ മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഷവർമ കഴിച്ച് കേരളത്തിൽ എത്ര പേര് മരിച്ചു? അതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായിരുന്നു. പക്ഷെ താങ്കളുടെ ഈ പരാമർശം മൂലം വലിയ പരിഹാസം ഉയരുന്നുണ്ട് താങ്കൾക്കെതിരെ സോഷ്യൽ മീഡിയ ഇടത്തിലൊക്കെ. താങ്കൾ ആ പരിഹാസത്തെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? സത്യം പറയുന്നവരെ ഞാൻ അതിനെ പൂർണ്ണമായ അവജ്ഞയോട് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആ പരിഹാസങ്ങളിലൊന്നും ഒരു പരാതിയുമില്ല. ഞാൻ പറഞ്ഞത് വസ്തുനിഷ്ഠമായ കാര്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇപ്പോഴും ആ നിലപാടിൽ തുടരുകയാണ്. മാംസാഹാരം നിഷിദ്ധമാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. മാംസാഹാരം പണ്ട് മുതൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു സമൂഹം ഇന്ന് നടത്തുന്ന ഈ അമിതമായ മാംസഭക്ഷണത്തോടുള്ള അമിതമായ താല്പര്യം അത് ആരോഗ്യ പ്രശ്നമാണ്. റെഡ് മീറ്റിനെ കുറിച്ച് നമ്മുടെ സയൻസ് എന്താ പറയുന്നത്?
അത് ഒരു ക്ഷേത്ര പരിസരത്തിൽ ഞാൻ ഹിന്ദു സമൂഹത്തെയാണ് അഡ്രസ് ചെയ്തത്. ആ സമൂഹത്തിന്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും പറയും. ഓക്കെ. വളരെ നന്ദി ശ്രീ NR മധു ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കേസരി വാരിക മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധു ഈ വിവാദ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയായിരുന്നു. സൂം ലൈനിലാണ് അദ്ദേഹവുമായി നമ്മൾ ബന്ധപ്പെട്ടത്. അപ്പോൾ അതിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടു. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് സംസാരിക്കാനോ ലൈവിലേക്ക് സ്വിച്ച് ചെയ്യാനോ സാധിക്കാതിരുന്നത്. ഓഡിയോയിലും ചില തടസ്സങ്ങൾ നേരിട്ടത് ആ റേഞ്ച് ഇഷ്യൂ മൂലമാണ്. അതിൽ പ്രേക്ഷകരോടും അദ്ദേഹത്തോടും ഖേദിക്കുകയാണ്. എന്തായാലും വളരെ നന്ദി ശ്രീ NR മധു ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരിക്കൽ കൂടി. ഇനി നമ്മൾ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. സ്പെഷ്യൽ ഡേയിൽ ആരാണ് നമുക്കൊപ്പം സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ എത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. 4ാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബാലരാമപുരം ഐത്യൂരിലെ രതീഷിന്റെയും ഷാബികയുടെയും മകൻ ഋത്തിക് രതീഷിന് ജന്മദിന ആശംസകൾ അറിയിക്കുന്നത് അപ്പൂപ്പൻ ഷാജി, കൂട്ടുകാരായ നക്ഷത്ര അബി, അനു സമ്പത്ത്, സൗഭാഗ്യ, പപ്പൂസ്, ദിയ, സയാൻ, ആരോമൽ, ആദിത്യൻ എന്നിവരാണ്. ന്യൂസ് 18 ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ രതീഷിന്റെ മകനാണ് ഋത്തിക്. അപ്പോൾ ഋത്തിക് മോന് എല്ലാവിധ ആശംസകളും ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോനെ. പത്തനംതിട്ട സ്വദേശി ഫിലിപ്പ് തോമസിന്റെ ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് ഭാര്യ ഗീതവും മകൻ ഏതനുമാണ്. അപ്പോൾ ഫിലിപ്പിന് ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ആശംസകൾ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. വയനാട് പുൽപ്പള്ളി സ്വദേശികളായ അരുൺകുമാർ ആർദ്ര ദമ്പതികളുടെ മകൾ സാഗരിക അരുണിന്റെ 8ാം പിറന്നാളാണിന്ന്. അപ്പോൾ സാഗരിക മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം കീഴാവൂർ സ്വദേശി ആദം ജാബറിന്റെ 5ാം പിറന്നാളാണിത്. ഉപ്പ ജാബറും കുടുംബാംഗങ്ങളുമാണ് ആശംസകൾ അറിയിക്കുന്നത്. ന്യൂസ് 18 കേരളം സെക്യൂരിറ്റി വിഭാഗത്തിലെ ജീവനക്കാരനാണ് ജാബിർ. അപ്പോൾ മോനെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ആദത്തിന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം. പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ്. നമസ്കാരം.